ഈ വർഷം തമിഴിൽ ഇറങ്ങിയ ഒരു കിടിലൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് 11. ഡയറക്ട് ചെയ്തിരിക്കുന്നത് ലോകേഷ് അജിൽസ്. ലീഡ് റോൾ ചെയ്തിരിക്കുന്നത് നവീൻ ചന്ദ്ര എന്ന ആക്ടറാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് നായകൻ ഒരു IPS ഉദ്യോഗസ്ഥനാണ്, വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഇയാൾക്ക് മുന്നിൽ വരുന്ന ഒരു കേസാണ് ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ആ കേസ് എന്ന് പറയുന്നത് ഒരു സീരിയൽ കില്ലറെ പിടിക്കുക എന്നുള്ളതാണ്. സീരിയൽ കില്ലറുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കൊന്ന ശേഷം ഈ ജഡങ്ങൾ കത്തിച്ച് കളയുകയാണ്. അങ്ങനെ കത്തിക്കരിഞ്ഞ നിലയിലാണ് ഈ പോലീസുകാർക്ക് ജഡങ്ങൾ കിട്ടുന്നത്. അതിനെ തുടർന്ന് പോലീസുകാർ അന്വേഷണത്തിന് ആദ്യമേ ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നതും അതിനുശേഷം നായകൻ ചാർജ് എടുക്കുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്തു പോകുന്ന ഒരു കിടിലൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. രാക്ഷസൻ സിനിമയൊക്കെ കാണുന്ന പോലെ അതിൻ്റെയൊക്കെ ഒരു ലൈറ്റ് വേർഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്ന ഒരു സിനിമയാണ്. പിന്നെ ഒരു 70% സിനിമയെ നമുക്ക് കണ്ടിട്ടുള്ള ക്ലീഷയായിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു അടിപൊളി സിനിമയാണ്. അഞ്ചാം പാതിര രാക്ഷസൻ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു ലെവലിലുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ ഇതിന്റെ ഫ്ലാഷ് ബാക്ക് കാണിച്ചിരിക്കുന്നത് അടിപൊളി ഫ്ലാഷ് ബാക്കാണ്. നമ്മൾ കണ്ടിട്ടുള്ള ക്ലീഷയായിട്ടുള്ള ഫ്ലാഷ് ബാക്കുകളൊക്കെ പോലെ തന്നെയുള്ള ഒരു ഫ്ലാഷ് ബാക്ക് തന്നെയാണ്. പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള സീനുകളൊക്കെ കൊണ്ട് ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. കിടിലൻ ഐറ്റമാണ്. ഇങ്ങനത്തെ ത്രില്ലർ സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഐറ്റമാണ്. ഒന്ന് കണ്ടു നോക്കാം.